അപ്പോൾ അവരെ ഈ ജനങ്ങളിൽ നിന്ന് അധികാരസ്ഥാനത്തിലേക്ക് എത്തിച്ച ഒരു വിഭാഗത്തെയാണ് അവർ കോമാളികൾ എന്ന് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. അതെന്ത് നന്ദികേടാണത്. സ്ക്രീനിൽ തമാശയാണ് മെയിൻ എങ്കിലും സീരിയസ് ആയി രാഷ്ട്രീയം പറയുന്ന ആളാണ് സലീം കുമാർ. നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിക്ക് വരേണ്യവർഗത്തിന്റെ ഭാഷ എന്നാണ് നടൻ സലീം കുമാർ ഇന്ന് വിമർശിച്ചത്. വിടുവായത്രം പറയരുത്, പണ്ട് പറഞ്ഞതിന്റെ ഇപ്പൊ അനുഭവിക്കണേ. തമ്പ്രാന്മാരാണ് അടിസ്ഥാന വർഗത്തെ ചെറ്റയെന്ന് വിളിച്ചിരുന്നത്. ഇവരാണ് അടിസ്ഥാന വർഗത്തിന്റെ കൂടെയെന്ന് പറയുന്നത്. കലാകാരനെ കോമാളി എന്ന് പറയാനുള്ള എന്തർഹതയാണ് ഇടതുപക്ഷത്തിനുള്ളത്? ഷാരടിക്കെതിരെ ഒരു CPM നേതാവ് തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അതൊക്കെ വലിയ രീതിയിൽ വിമർശനത്തിനും കൂടെ ഇടയാക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ഒരാളങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. കലാകാരനെ കോമാളിക എന്ന് വിശേഷിപ്പിക്കാനുള്ള എന്ത് അർഹതയാണ് അവർക്കുള്ളത്? അറിഞ്ഞെടുത്തോളം വളരെ മോശമായി പോയി. ഇതിന്റെ പേര് തന്തയില്ലായ്മ. 57 CIA ഏജന്റ് ഇവിടെ വന്ന് ഒരു സർവേ നടത്തിയപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇതൊരു നാടകം ഉണ്ടാക്കിയ ട്രെൻഡാണത്. അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ആ നാടകം എന്ന് വെച്ചാൽ ഒരുപാട് കലാകാരന്മാര് കൂടിയൊരു സംഭവമാണ്. അപ്പൊ അവരെ ഈ ജനങ്ങളിൽ നിന്ന് അധികാരസ്ഥാനത്തിലേക്ക് എത്തിച്ച ഒരു വിഭാഗത്തെയാണ് അവർ കോമാളികൾ എന്ന് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. അതെന്ത് നന്ദികേടാണത്. കുടിച്ച കല്ലിനോട് ഇച്ചിരി നന്ദി കാണിക്കണം. അടുത്ത പ്രസംഗത്തിനിടയ്ക്ക് ഒരാൾ ചോദ്യം ചോദിക്കാനായിട്ട് പോയപ്പോൾ അത് വീട്ടിൽ പോയി ചോദിക്കുക എന്നൊരു പ്രയോഗം, പിന്നെ ഒരു G. സുധാകരന് എതിരെ നടത്തിയൊരു പ്രയോഗം, ഇതെല്ലാം വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അറിയാതെ പറ്റിപ്പോയതാണ്, എനിക്ക് മാപ്പ് തരണം, എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ അടിസ്ഥാന വർഗത്തെ ഈ വരേണ്യ മുതലാളിമാര് വിളിച്ചിരുന്ന ഭാഷയാണ് മുഖ്യമന്ത്രി വിളിക്കുന്നത്. വളരെ മോശമായി പോയി. അപ്പൊ ഇവര് അടിസ്ഥാന വർഗത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു അടിസ്ഥാനം? ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ട. അദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. അധികാരവും പദവിയും സ്ഥാനങ്ങളും ഒഴിഞ്ഞ് മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചൊരിമണലിൽ ഒരു ചിത കത്തി അമർന്നു കഴിയുമ്പോൾ, അവസാനത്തെ ഇൻകിലാബും മുഴങ്ങി കഴിയുമ്പോൾ, ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ. ജനങ്ങളുടെ മനസ്സിൽ, സഖാക്കന്മാരുടെ മനസ്സിൽ, അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ. A leftist, but a renegade. A comrade who betrayed. ഒറ്റ വാക്കിൽ സർ, ഒറ്റക്കാരൻ. അത് സംഭവിക്കാതിരിക്കട്ടെ സർ. ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. അങ്ങയുടെ തീരുമാനം. ലാൽ സലാം.